മുണ്ടക്കൈ പുനരധിവാസ ഏകോപനത്തിന് പ്രത്യേക സമിതി. ചീഫ് സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷ. പദ്ധതി നിർവഹണവും വിലയിരുത്തലും സമിതിയുടെ ചുമതലയാണ്. മന്ത്രിമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം. ഫണ്ടിംഗ് അവലോകനവും സമിതി നടത്തണം. വിവിധ വകുപ്പ് സെക്രട്ടറിമാരും സമിതിയിലുണ്ട്. സാജു വിശദാംശങ്ങൾ നൽകും. സാജു, ഇനി വേഗത്തിലാക്കേണ്ട അനിവാര്യമായ അവസ്ഥയിലാണ് സർക്കാർ ഉള്ളത്. അതുകൊണ്ട് വേഗത്തിൽ ഒരു പ്രത്യേക സമിതി ഏതൊക്കെ രീതിയിലായിരിക്കും മുൻഗണന നൽകി, ഏതൊക്കെ അർത്ഥത്തിലായിരിക്കും പണി തുടങ്ങാൻ പോകുന്നത്? ഇപ്പോഴുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? മുണ്ടക്കൈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സർക്കാർ ഒരു ഉന്നതതല സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഉത്തരവാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷ. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ ഈ സമിതിയിൽ അംഗങ്ങളാണ്. ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി, വയനാട് കലക്ടർ, വയനാട് ജില്ലാ ചീഫ് ടൗൺ പ്ലാനർ ഒക്കെ അടക്കമുള്ള ഒരു 16 അംഗ സമിതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഈ സമിതിയായിരിക്കണം ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കേണ്ടത്. മന്ത്രിസഭയുടെ തീരുമാനത്തിനനുസരിച്ച് അതിന്റെ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം നടത്തേണ്ടത് അവരാണ്. സ്പോൺസർഷിപ്പ് അടക്കമുള്ള ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തീരുമാനമെടുക്കേണ്ടത് അവരാണ്. ഓരോ ഘട്ടത്തിലും പദ്ധതി വിശകലനം ചെയ്യും. അതിനനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ അന്തിമമാക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഒപ്പം മന്ത്രിസഭയ്ക്കടക്കം ഇത് സംബന്ധിച്ച ശുപാർശകളും നയപരമായ നിർദ്ദേശങ്ങളും ഒക്കെ സമർപ്പിക്കേണ്ട ചുമതല ഈ സമിതിക്ക് നൽകിയിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച ക്യാപെക്സിൽ നിന്നുള്ള 529.5 കോടി വായ്പ ഇത് മാർച്ച് 31-നകം അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കണക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള നടപടികളിലേക്കാണ് സർക്കാർ പോകുന്നത്. പ്രാഥമിക അനുമതി ഭൂമി പ്രശ്നത്തിൽ ഇപ്പോഴും ഒരു സമവായത്തിൽ എത്തിയിട്ടില്ല. പിന്നീട് എങ്ങനെയായിരിക്കും ഈ മാർച്ച് 1-ന് തറക്കല്ലിടൽ എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാരിന് എത്താൻ പറ്റുക? അതിനു മുമ്പ് ഇതിനകത്ത് ചില സമവായങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് ആദ്യം തന്നെ ഇതിനകത്ത് തകർക്കല്ലിട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ തുടങ്ങിയില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന വായ്പയുടെ കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എസ്റ്റിമേറ്റൊക്കെ ഏതാണ്ട് ഒരു പരിധിവരെയും തയ്യാറാണ്. അതിലൊക്കെ ഒരു അന്തിമമാക്കിക്കൊണ്ട് ഭരണാനുമതി നൽകുകയും പിന്നീട് അത് അതാത് ഏജൻസികൾക്ക്, ഇത് വർക്ക് നടത്തുന്ന PW ആണെങ്കിൽ PWD അങ്ങനെയുള്ള ഏജൻസികൾക്ക് ആ പണം കൈമാറിക്കൊണ്ട് കണക്ക് കാണിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന ഒരു യോഗമുണ്ട് വൈകുന്നേരം. അതിൽ കുറച്ചുകൂടി കൃത്യത ഇക്കാര്യങ്ങളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സൈഫുദ്ദീൻ. ശരി, സാജു വിശദാംശങ്ങൾ.